വിൻറ്റേജ് ജേണൽ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരു 6 വാഷി ടാപ്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ സജു. ഇനി നമുക്ക് വാഷി ടേപ്പുകൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ കുറച്ച് സ്ട്രിപ്സ് എടുക്കുക പേപ്പേഴ്സിൻ്റെ. എന്നിട്ട് നമുക്കത് ബ്രൗൺ കളർ ചെയ്യേ അല്ലെങ്കിൽ നമ്മൾ കോഫി സ്റ്റെയിൻ ഉപയോഗിച്ചിട്ട് ഓൾറെഡി പേപ്പർ ഉണ്ടാക്കിയത് കട്ട് ചെയ്തെടുക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഡോംസിൻ്റെ ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ടാണ് കളർ ചെയ്യണത്. ബൈ ദ ബൈ ഗൈസ്, ചെറുതായിട്ട് എനിക്കൊരു പനി പിടിച്ചിരിക്കണം. അതാണ് സൗണ്ടിലൊരു ഉഷാറില്ലാത്തതും അതേപോലെ ഈ ആയിട്ട് പോസ്റ്റൊന്നും അധികം ഇടാത്തതൊക്കെ. ആക്റ്റീവ് ആവാൻ കഴിയാത്തതുകൊണ്ടാണ് തീരെ. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ 100 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത നമ്മളെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമ്മുടെ വാഷി ടേപ്പ് ഇവിടെ അതിൻ്റെ ഇടയിൽ കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രൗൺ കളർ അടിച്ചതിന് ശേഷം അതിൽ ജസ്റ്റ് ഗ്രിഡ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് പെയിൻറ്റും കൊണ്ടാണ് ഗ്രിഡ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അടുത്തത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാലും സെയിം സംഭവം ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ബ്രൗൺ കളർ അടിച്ചു കൊടുക്കാം. നന്നായിട്ട് അടിച്ചു കൊടുക്കണേ, കാരണം അത് ഫെയ്ഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് മുന്നേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ പെയിൻറ് ഉപയോഗിക്കേണ്ടതാണ്. അക്രിലിക് പെയിൻറ് ഉപയോഗിച്ചാലും മതി. എന്നിട്ട് നമ്മൾ ബ്ലാക്ക് പെയിനും കൊണ്ട് എന്തെങ്കിലും ഒരു കോട്ട എഴുതി കൊടുക്കുക. അതിൽ ഞാനിവിടെ ലവ് യു എന്നാണ് എഴുതി കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം, നിങ്ങളെ പേരുകൾ എഴുതി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ലൈൻസ് ഉണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാം. അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അതിന് ഫൈനൽ ലുക്ക് ഇതുപോലെ ഉണ്ടാവും കാണാൻ. അപ്പോൾ ഇതാണ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ട വാഷി ടേപ്പ്. അടുത്ത ഞാനൊരു ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. അതെന്താ ഓറഞ്ച് കളർ കൊടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ലൈറ്റ് ഷെയ്ഡ് ബേസായിട്ട് വന്നാലേ എനിക്ക് ഡാർക്ക് ഷെയ്ഡും കൊണ്ട് ഗ്രിഡ് വരയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ വരച്ച് വന്നപ്പോൾ ഈ ബ്രൗൺ കളറും അതേപോലെ ഈ ഓറഞ്ച് കളറും പാടെ മിക്സ് ആവേണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ബേസ് കളറ് ഡ്രൈ ആവാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണേ, എന്നാലുള്ള നല്ല നീറ്റിൽ കിട്ടുക. എനിക്ക് പിന്നെയാണ് അത് ഐഡിയ മനസ്സിലായത്. അപ്പോൾ അടുത്ത് ഞാനിവിടെ ഇതുവരെ ഉണ്ടാക്കിയ പോലെ ബ്രൗൺ കളർ കൊടുക്കണം. അതിൻ്റെ മുകളിൽ ഞാൻ ഹാർട്ട് ഷേപ്പാണ് വരയ്ക്കുന്നത് റെഡ് കളർ കൊണ്ട്. നിങ്ങൾക്ക് ഇവിടെ റെഡ് പെയിൻറ്റ് ഉപയോഗിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ റെഡ് സ്കെച്ച് ഉപയോഗിക്കുക, റെഡ് പെന്ന് ഉപയോഗിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ പെയിൻ്റാണ് ഉപയോഗിച്ചത്, കാരണം എടുത്ത് നിൽക്കാൻ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് ഇങ്ങനെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് സാധാരണ ജേർണലിങ്ങിന് ഉപയോഗിക്കാം, അതല്ലാണ്ട് നമ്മുടെ അസൈൻമെൻറ്റുകൾ പ്രൊജക്റ്റുകൾ അതൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കാണിക്കാനും നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് ഒരു ഗ്രീൻ കളറാണ് ഞാൻ കൊടുക്കുന്നത് സ്ട്രിപ്പിൽ. ഞാൻ ഉദ്ദേശിച്ച ഗ്രീൻ കളർ ഇതല്ലായിരുന്നു, പക്ഷേ ഇന്ത്യയിൽ ആകെ ഈ ഒരു ഗ്രീൻ കളറുള്ളൂ. അതാ പിന്നെ ഞാൻ ഈ കളർ തന്നെ കൊടുത്തത്. പിന്നെ ഞാൻ അതിന്മേൽ കുറച്ച് വൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. വൈൻസ് മീൻസ് കുറച്ച് വള്ളികൾ വരച്ച് കൊടുക്കുന്നുണ്ട്. ആ വള്ളിമേൽ നമ്മൾ ചെറിയ ചെറിയ ലീവ്സാണ് വരച്ച് കൊടുക്കുന്നത്. രണ്ട് സൈഡിലും ആ ഒരു വൈൻസ് വരച്ചാൽ മറക്കരുത്, കാരണം രണ്ട് സൈഡിലും വരച്ചാലുള്ളൂ ആ ഒരു വാഷി ടേപ്പിന് ഫുള്ളായിട്ടുള്ള ലുക്ക് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. സംഭവം അടിപൊളിയായില്ലേ. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ട് ഒന്നും വിലയിരുത്തരുത്, നമ്മൾ ഫൈനൽ ലുക്ക് കാണണം, അപ്പോഴുള്ളൂ അടിപൊളിയാണോ അല്ലേ മനസ്സിലാവുക. അടുത്തത് ഒരു സ്ട്രിപ്പ് എടുക്കാം. സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ അതിലും ബ്രൗൺ കളർ കൊടുക്കാം. ഈ ബ്രൗൺ കളർ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം നിങ്ങൾ കോഫി സ്റ്റെയിൻ ഉപയോഗിച്ചിട്ട് ഒരു പേപ്പർ സ്റ്റെയിൻ ചെയ്തെടുക്കുക ഓൾറെഡി. എന്നിട്ട് അത് കട്ട് ചെയ്താലും ഇതിനേക്കാളും നമുക്ക് എളുപ്പമായിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ അത് ചെയ്തത് കഴിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിൽ ഞാൻ കുറച്ച് ഡോട്ടായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അതായത് നമ്മൾ സാധാ ഡോട്ട് ഉണ്ടാവില്ലേ, അത് പെയിൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ട് ഡോട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ അത് സ്പ്രെഡായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ സ്മഡ്ജ് ആയി കഴിഞ്ഞാലോ ആകെ പ്രശ്നമാവുമല്ലോ കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാവുമ്പോൾ അത്യാവശ്യം സേഫാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക കാണാൻ. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഇന്നുണ്ടാക്കിയ വാഷി ടൈപ്സാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. ഈ വാഷി ടൈപ്സ് ഉണ്ടാക്കാൻ അത്ര ടൈമും വേണ്ട, അത്ര എഫേർട്ടും വേണ്ട. നമുക്ക് സിമ്പിളായിട്ട് ഏത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വാഷി ടൈപ്സാണ് ഇത്. ഇത്തിരി കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേറെ അടിപൊളിയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇനി അടുത്തത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാനുള്ള ആ ഉള്ളിലുള്ള റോൾ ഉണ്ടല്ലോ അതുണ്ടാക്കണം. അതിന് നമുക്ക് കുറച്ച് കട്ടിയുള്ള ഒരു കാർഡ്ബോർഡോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും പഴയ ബുക്കിൻ്റെ ചട്ടയോ എന്തെങ്കിലും എടുക്കാം. എന്നിട്ട് നമുക്ക് എത്ര എണ്ണം വേണം അത്രയും ലൈൻസ് വരച്ച് കൊടുക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റായിട്ട് കട്ട് ചെയ്യണേ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റി കൊടുക്കുമ്പോൾ അത് ബോറായിട്ട് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ നമ്മൾ എല്ലാതും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്തിരി ടൈം കൺസ്യൂം ചെയ്യുന്ന കാര്യമാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ വെറും കാർഡ്ബോർഡ് ആയപ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോരുന്ന പോലെ തോന്നിയപ്പോൾ ഒന്ന് മാസ്കിംഗ് ടാപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തുകൊണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അത് രണ്ടറ്റവും അവിടെ പിടിച്ചിട്ട് ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെന്താ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ നമ്മളെ വാഷി ടൈപ്സ് മൊത്തം അതുകൊണ്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ഇന്നത്തെ ഈ വീഡിയോയിൽ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം എനിക്ക് തീരെ വയ്യ, പനി കാരണം. പിന്നെ പുറത്ത് നല്ല മഴയാണ്, വോയിസ് ഓവർ കൊടുക്കാൻ കഴിയണില്ല. അഡ്ജസ്റ്റ് ആക്കണേ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.